ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചായക്കൊക്കെ പറ്റിയ ഒരു ബനാന വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. അപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ 2 ബനാന, പിന്നെ അതാ ഒരു ബ്ലെൻഡറിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാനേനെ എല്ലാം ഇട്ട് കൊടുത്ത് ഒരു കഷ്ണം ഏലക്കയും കൂടെ ഇട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ എടുക്കുന്നത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് 2 ബനാനയ്ക്ക്. അപ്പോൾ അത് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്യാം. പിന്നെ മറക്കണ്ട, കുറച്ച് ബേക്കിംഗ് സോഡ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വയ്ക്കാം. പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ശ്രദ്ധിക്കുക, തീ നന്നായി കുറച്ച് വെക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ മിക്സ് നമുക്ക് കുറച്ചായിട്ട് കൈ കൊണ്ടിട്ട് കൊടുക്കാം. സ്കൂപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് നല്ല ഷേപ്പ് കിട്ടും, പക്ഷെ ഞാനിവിടെ കൈയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കുക ചൂട് കുറയ്ക്കാൻ, കാരണം ഇതിൻ്റെ ഉള്ളു വേവാതെ നമുക്ക് പുറമെല്ലാം നന്നായി കരിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ചൂട് കുറയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ അതാ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇനി ഒരു ചായയും കൂടെ വേണ്ടേ? അപ്പോൾ ചായക്ക് പോകാം. എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മുടെ ചായക്കുള്ള പാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീ ബാഗും. ഞാനിവിടെ ടീ ബാഗാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചായ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചായനെ ഒരു കപ്പിലേക്ക് മാറ്റാം. ചായ കപ്പ് റെഡി. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചായനെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചൂട് ചായയും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബനാന വെച്ചിട്ടുള്ള ബനാന ബോള്, ഇഷ്ടമുള്ളത് നമുക്ക് വിളിക്കാം. എനിവേ ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ആക്കിക്കോളൂ. അപ്പോൾ കാണാം ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട്. സീ യു സൂൺ. ബൈ. ഹാവ് എ നൈസ് ഡേ ടു ഓൾ.